ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏകദേശം 4 മണിക്കൂറിലധികം യാത്ര ചെയ്ത് പൂനെ വഴി അമൃത്സറിലെത്തിയിരിക്കുകയാണ്. പഞ്ചാബിൻ്റെ ബോർഡർ പ്ലേസായ അമൃത്സർ. ഇവിടെയാണ് വാഗാ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം 26 കിലോമീറ്റർ താണ്ടിപ്പോയാൽ പാകിസ്ഥാൻ്റെ ലാഹോറിലെത്താം. ഇനിയുള്ള കുറേ ദിവസങ്ങൾ ഇവിടെ ആയിരിക്കും. പഞ്ചാബിൻ്റെ മണ്ണിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുവിശേഷ വേലയുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയൊരുക്കി. യാത്രകളിലെല്ലാം ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ശുശ്രൂഷകൾക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ഞായറാഴ്ച നേരുകയാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പാസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി നേരെ ചർച്ചിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനിയുള്ള ഓരോ ദിവസങ്ങൾ, ഓരോ ഗ്രാമങ്ങൾ, വരും ദിവസങ്ങൾ അതിൻ്റെ ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ അമൃത്സർ എയർപോർട്ടിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ വരുന്നതെല്ലാം ട്രെയിനിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ ഈ എയർപോർട്ടിനകത്ത് വരുന്നത്. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സിഖ് സഹോദരങ്ങളായിരുന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോട് ഇടപെട്ടത്. നിങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പഞ്ചാബിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പഞ്ചാബ് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ നമ്മളെ ദൈവം വിളിച്ചും വേർതിരിച്ചും. അതുകൊണ്ടാണ് കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, സുഹൃത്തുക്കളെ, അഭിഷിക്തന്മാരെ, ശുശ്രൂഷകന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ആ ദൈവിക അനുഗ്രഹം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളെ കൃത്യമായിട്ട് വ്യാപാരം ചെയ്യുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതിനുള്ള തിരക്കാണ്. കണ്ട ഒത്തിരി ജനമുണ്ട് ഫ്ലൈറ്റിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കണം. പഞ്ചാബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുള്ള സമയങ്ങളെല്ലാം പഞ്ചാബിൽ സ്തോത്രം ആയിരിക്കുന്ന സമയത്ത് അത്രയും സത്യസന്ധമായിട്ടും സുവിശേഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. മേ ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏകദേശം 148 കോടി ജനം താമസിക്കുന്ന നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട്. പ്രാർത്ഥനയിലൂടെ മാത്രമേ പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിൽ നമ്മെ ഉച്ചരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓരോ പ്രദേശങ്ങളെ, ഓരോ സംസ്ഥാനങ്ങളെ, ഓരോ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പഞ്ചാബിലെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് വിത്ത് യു.